ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഇന്ന് നമുക്ക് പരാശക്തിയെക്കുറിച്ചൊന്ന് പറയാം. ആദി പരാശക്തിയെക്കുറിച്ച് പറയാനുള്ള പാണ്ഡിത്യം എനിക്കില്ല, അതിൻ്റെ താന്ത്രിക വശത്തിലോട്ട് കടക്കുന്നുമില്ല. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ലളിതോപാസന കൊണ്ട് എങ്ങനെ ദേവിയെ ഭജിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. പരബ്രഹ്മത്തിൻ്റെ സ്ത്രൈണഭാവമാണ് പരാശക്തി. പരബ്രഹ്മത്തിൻ്റെ ശക്തി തന്നെയാണ് പരാശക്തി. പര എന്നാൽ സർവത്തിനും അതീതമായിട്ട് എന്നർത്ഥം. പുരാതന കാലം മുതൽക്കേ ഭാരതീയർ ദേവി ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. ഋഷീശ്വരന്മാർ തപസ്സനുഷ്ഠിച്ച് നിരന്തരം അഗാധമായി ചിന്തിച്ച് അവരുടെ ബോധതലത്തിൽ നിന്നും വന്ന അറിവുകളാണ് നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. മിക്ക കുടുംബക്ഷേത്രത്തിലും പരദേവതയായിട്ട് ദേവിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്നത് ശക്തി തന്നെയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പോലും ശക്തിയെ ആരാധിക്കുന്നു. ബ്രഹ്മാവ് സരസ്വതീ ദേവിയോടും, മഹാവിഷ്ണു മഹാലക്ഷ്മിയോടും, മഹേശ്വരൻ പാർവതീ ദേവിയോടും കൂടെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേട്ടിട്ടില്ലേ, ശിവന് ശക്തിയില്ലെങ്കിൽ ചലിക്കാൻ പോലും സാധിക്കില്ലെന്ന്. ഈ ഭൂമിയെ തന്നെ നമ്മൾ ഭൂമി ദേവി എന്നല്ലേ പറയുക. ഭാരതമാതാവ്, ഭാരതാംബ എന്നൊക്കെയല്ലേ നമ്മൾ വിളിക്കാറ്. മന്ത്രങ്ങളുടെ രാജാവായ ഗായത്രി മന്ത്രവും ദേവിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പശുവിനെ നമ്മൾ ഗോമാതാവായി കാണുന്നു, തുളസിയെ തുളസി ദേവിയായി കാണുന്നു, നദികളെ അങ്ങനെ ശ്രേഷ്ഠമായ പലതിലും ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നാം ജനിച്ച് ഭൂമിയിൽ വീഴുമ്പോഴേ ആദ്യം വിളിക്കുക എന്താ? അമ്മേ എന്നല്ലേ. മാതൃദേവോ ഭവ. മാതൃഭാവം അത് വാത്സല്യത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും ശക്തിയുടെയും പ്രതീകമാണ്. നമ്മൾ പറയാറില്ലേ, ഭൂമിയോളം ക്ഷമ വേണമെന്ന്. ഒരമ്മയിൽ നിന്നും കിട്ടുന്ന സംരക്ഷണം നമുക്ക് മറ്റൊന്നിൽ നിന്നും കിട്ടില്ല. നമ്മുടെ ഈ ജന്മം തന്നെ എടുക്കാം. ഈ ജന്മം നമ്മളെ പ്രസവിച്ച നമ്മുടെ ഈ ഒരു അമ്മ ഈ ഒരു ജന്മത്തെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യം നോക്കും. പക്ഷെ പരാശക്തിയായ സാക്ഷാൽ ജഗദംബിക അങ്ങനെയാണോ? എല്ലാ കാലവും എല്ലാ ജന്മവും നമ്മോടൊപ്പം നമ്മെ സംരക്ഷിക്കാൻ ഉണ്ടാകും. പക്ഷെ മായ കൊണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. എന്ത് ആപത്ഘട്ടത്തിലും നമ്മൾ ആദ്യം അമ്മേ എന്നാണ് വിളിക്കുന്നത്. അത് ഏത് പ്രായമാണെങ്കിലും ശരി. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം എന്നല്ലേ. ആപത്ത് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അമ്മയുടെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുക. ദേവിക്ക് ഒട്ടനവധി രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. അത് ഓരോ തത്വത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പ്രധാനമായും 5 രൂപങ്ങളാണുള്ളത്: ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധ. ഇതിൽ ദുർഗാദേവി എല്ലാ ശക്തികളുടെയും മൂർത്തിമത് ഭാവമാണ്. പാർവതീദേവിയുടെ പൂർണ്ണാവതാരമായും അറിയപ്പെടുന്നുണ്ട്. നവരാത്രി കാലത്ത് നമ്മൾ ദുർഗാദേവിയെ 9 ഭാവങ്ങളിൽ 9 ദിവസങ്ങളായിട്ടാണ് ആരാധിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ദേവിയെ ഉപാസിക്കാൻ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ മാർഗം ലളിതാ സഹസ്രനാമ ജപം തന്നെയാണ്. ദേവീ മാഹാത്മ്യവും പാരായണത്തിന് അത്യുത്തമം തന്നെയാണ്. സഹസ്രനാമത്തിൽ പ്രധാനം ലളിതാ സഹസ്രനാമമാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവൻ അഗസ്ത്യമുനിക്ക് ഉപദേശിച്ചതായിട്ടാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ലളിതാ സഹസ്രനാമത്തിനെക്കുറിച്ച് പറയുന്നത്. തൻ്റെ ഭക്തർക്ക് എപ്പോഴും ജപിക്കാൻ ഉതകും വിധം തൻ്റെ മാഹാത്മ്യത്തെ സ്തുതിച്ച് ശ്ലോകങ്ങൾ രചിക്കാൻ ലളിതാ പരമേശ്വരി തന്നെ വശിന്യാദി വാഗ്ദേവതകളോട് ആവശ്യപ്പെട്ടു. അപ്രകാരം വശിന്യാദി വാഗ്ദേവതകൾ
1000 നാമങ്ങൾ കൊണ്ട് ദേവിയെ സ്തുതിച്ചു. ഈ സ്തുതിയിൽ സന്തുഷ്ടയായ ലളിതാംബികാ ദേവി ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ആഗ്രഹപ്രകാരം രചിച്ച ഈ സ്തോത്രം ലോകമംഗളങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇത് പാരായണം ചെയ്യുന്നവരുടെ സർവ്വ അഭീഷ്ടങ്ങളും ദേവി തന്നെ സാധിച്ചു തരുമെന്നും ദേവി പറഞ്ഞു. ഇതിനപ്പുറം ഉറപ്പ് നമുക്കെന്താ വേണ്ടുന്നത്? ഇത്ര അമൂല്യമായ ഈ സ്തോത്രം നമുക്ക് നിത്യവും പാരായണം ചെയ്യാൻ എടുക്കാം. നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോകുമ്പോഴാകട്ടെ, സമയം കിട്ടുമെങ്കിൽ അരമണിക്കൂർ അവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുക. ജപം അതൊരു സാധനയാക്കുക. എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ശ്രദ്ധയോടെ ഭക്തി വിശ്വാസത്തോടെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും കാരണവശാൽ നമുക്കിരുന്ന് ജപിക്കാൻ സാധിക്കുന്നില്ല, കുളിച്ച് വിളക്ക് കൊളുത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമം കേൾക്കാമല്ലോ. നല്ലവണ്ണം പാരായണം ചെയ്യുന്ന നിരവധി പേരുണ്ട്. അവരുടെ ഓഡിയോ കേൾക്കുക. പരാശക്തിയായ ലളിതാംബികയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഹരിയോം.